ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ലീഡ് കോളേജിലാണ്. പാലക്കാട് ധോണിയിലുള്ള ലീഡ് കോളേജിലാണ്. അപ്പോൾ നിങ്ങളായിട്ടൊരു ക്യാമ്പ് എക്സ്പീരിയൻസ് പങ്കിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടെ എത്തി. രാവിലെ ഒരു 9 മണി 9:15 ഞങ്ങളവിടെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു സൂ കണക്കിനിരിക്കുന്ന ഫ്രണ്ട്സ്. നമ്മളെ വെൽക്കം ചെയ്യുന്നത് തന്നെ ഓസ്ട്രിച്ചാണ്. അതിനും വേണ്ട ഒരു ഭാഗ്യം. അത് കഴിഞ്ഞ് അതുപോലെ ഫെററ്റ് ഉണ്ട് യെല്ലോ കളറിൽ, പിന്നെ അതുപോലെ ലവ് ബേർഡ്സ്, പാരറ്റ്, നമ്മുടെ ക്യൂട്ട് പേർഷ്യൻ ക്യാറ്റ്സ് ഉണ്ട്. പിന്നെ ചീറ്റ കണക്കിനിരിക്കുന്നൊരു പൂച്ചനെ കണ്ടിരുന്നു. അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിഞ്ഞൂടെ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇത് മാത്രമല്ല കേട്ടോ, സ്നേക്സ് ഉണ്ട്, ഫിഷ് ഉണ്ട്, പിന്നെ അതുപോലെ ഊന്തുകളുണ്ട്. നല്ല രസമുള്ള, ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതൊരു പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിക്കും. അമ്മാതിരി ഓന്തുകൾ. ഇവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആളുകളുണ്ട് കേട്ടോ. നമ്മുടെ രജിസ്ട്രേഷൻ ടൈം വന്നിട്ട് 9:30 ആയിരുന്നു. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. നല്ല അറ്റ്മോസ്ഫിയറാണ് അവിടെ. നല്ല ഗ്രീനറിയും മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി പ്ലേസ്. ശരിക്കൊരു റിസോർട്ടിൽ വന്നൊരു ഫീലിംഗാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ നേരം അവിടെ നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ വന്ന ആളുകളെയൊക്കെ പരിചയപ്പെട്ട്, ഒരിക്കലും കാണാത്ത ആളുകളായതുകൊണ്ട് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാനും കുറച്ച് മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഹാളിലേക്ക് പോകുമ്പോഴാണ് ഈ ഞാൻ പറഞ്ഞ സ്നേക്സും മോന്തൊക്കെ കണ്ടിരുന്നത്. അതിൽ ഈ 2 സാധനം കിടക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബോള് പോലെ ചുരുണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഈ കിടക്കുന്നതൊക്കെ വില്ലനാണ്, അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഇൻട്രാക്ഷൻ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് രസമായിരുന്നു. നമ്മൾ ശരിക്കും ഒരു ബാല്യകാലത്തേക്ക് പോയൊരു ഫീലിംഗാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പരിചയമില്ലാത്ത ആളുകളെ പരിചയപ്പെടുമ്പോൾ ഒരു രസമല്ലേ. അതുപോലെ ശരിക്കും കുട്ടികളെങ്ങനെയാണ് ക്ലാസ്സിൽ, അതുപോലെ പനിഷ്മെൻറ്റും പാട്ടുപാടലും കളിയും ചിരിയും ക്ലാസ്സും ഒക്കെ ആയിട്ട് വലിയ രസമായിരുന്നു. നമുക്ക് 2 ദിവസത്തെ ക്യാമ്പായിരുന്നു. അപ്പോൾ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം ഞങ്ങളൊരു മോർണിംഗ് വാക്കിംഗ് ഒക്കെ നടത്തി. മോർണിംഗ് വാക്ക് ഈ ലീഡ് കോളേജിൻ്റെ തന്നെ ഒരു ചെറിയൊരു ഫാമുണ്ട്, അതിനകത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഈ നമ്മുടെ പെറ്റ് അനിമൽസിൻ്റെ ബാക്കി അനിമൽസ് അവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒട്ടകം കണ്ടപ്പോൾ ഞാൻ ശരിക്കും അതിശയിച്ചു പോയി ഗൈസ്. നമുക്ക് എന്തായാലും നേരിട്ട് കാണാൻ ഒരു ഭാഗ്യം, പുറത്തു പോയി കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് അറിയില്ല. ബട്ട് ഇവിടെ വന്നപ്പോൾ ഒരു ഒട്ടകത്തെ കണ്ടു. കോഴികളുടെ വെറൈറ്റീസ്, അതുപോലെ ആടുകളുടെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന ടൈമിൽ അവിടുത്തെ അനിമൽസൊക്കെ അവിടുത്തെ ആളുകളായിട്ട് നല്ല മിങ്കിൾ ചെയ്ത് നല്ല പഴകുന്ന രീതിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട്. പശുക്കളുണ്ട് പല ടൈപ്പിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒട്ടകത്തിന് ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ മൂപ്പർക്ക് വലിയ താല്പര്യമില്ലാത്ത പോലെ തല തിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ആളൊന്ന് സെറ്റായി. കുതിര ഉണ്ടായിരുന്നു, കഴുതി ഉണ്ടായിരുന്നു. അങ്ങനെ ഫാമിലെ കുറച്ച് കളികളും ചിരികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും സെഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് റെഡിയായി. അങ്ങനെ പിറ്റേ ദിവസത്തെ കുറച്ച് ക്ലാസ്സുകളൊക്കെ കേട്ടു. നല്ല ആക്റ്റീവായിട്ട് ക്ലാസ്സുകൾ കേട്ടിരിക്കാനൊക്കെ പറ്റി. നമ്മുടെ AI സാധ്യതകളെ കുറിച്ചൊക്കെ കുറേയൊക്കെ മനസ്സിലായി. അങ്ങനെ ഒരു ഈവനിങ് ആയപ്പോൾ ഒരു 5:30-6 മണിക്ക് ഞങ്ങൾ അങ്ങനെ ലീഡ് കോളേജിന് ബൈ പറഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്.